പെർഫെക്റ്റ് ആയിട്ട് നല്ല രുചിയിൽ നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റും ക്രിസ്പിയും നല്ല ടേസ്റ്റുമായിട്ടുള്ള ഉഴുന്നുവട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇതിനകത്ത് ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യുവാണെങ്കിൽ കൂട്ടുകാർക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ ഇതിൽ അരക്കപ്പ് അളവിലുള്ള ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉഴുന്ന് എപ്പോഴും നല്ല ക്വാളിറ്റി നോക്കി എടുക്കാൻ നോക്കുക. ഇനി ഇത് നമുക്കൊന്ന് കഴുകി എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇന്ന് നമുക്ക് കുതിരാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിത് നൈറ്റിലാണ് ഇത് വെള്ളത്തിലിടുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ പകലാണ് വെള്ളത്തിലിടുന്നതെന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂർ നന്നായിട്ട് കുതിരത്തക്ക വിധത്തിൽ വേണം ഇത് വെള്ളത്തിലിടാനായിട്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ കൂട്ടുകാർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ. അപ്പം നേരം വെളുത്തു നമുക്ക് ഈ നമ്മുടെ ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ജാറിലിട്ട് വേണം ഇത് അരച്ചു കൊടുക്കാനായിട്ട്. അപ്പം നമ്മൾ ആ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഞാനൊരു സ്ട്രെയിനറിലേക്ക് ഈ ഉഴുന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഇട്ടാണ് അരയ്ക്കുന്നത്. ഇനി അതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് 1 സ്പൂൺ വെള്ളം നമുക്ക് ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഉപ്പ് ചേർത്ത് അരയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ടാമത് നമ്മൾ മാവ് അരച്ച് കഴിഞ്ഞ് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അതിലേക്ക് പിടിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ അരയ്ക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ആ 2 പ്രാവശ്യമായിട്ട് ആ മാവ് അരച്ച് എടുത്തിട്ടുണ്ട്. അതായത് ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കണം. ഒരു 4 മിനിറ്റെങ്കിലും ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതേപോലെ ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി ഇത് അടച്ചു വെച്ച് ഏകദേശം ഒരു 7 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് അടച്ചു വെക്കണം. ഇനി ഞാൻ അതിലേക്ക് ചേർക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന 2 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കറിവേപ്പിലയും ഒരു 1/2 സ്പൂൺ കുരുമുളകുമാണ്. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒന്നുമില്ല ഇടികല്ലിൽ വെച്ച് ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കുകയോ ചെയ്യണം. അപ്പോഴേക്കും നമ്മുടെ മാവ് അരച്ച് വെച്ചിട്ട് ഒരു 7 മണിക്കൂറായി. ഇനി നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കണമല്ലോ. അപ്പോൾ ഒരു സ്പൂണിലേക്ക് അല്പം മാവ് എടുത്തിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതൊന്ന് അതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. ഇത് പൊങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പം നമുക്ക് ഈ മാവിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അതായത് മുളകിൻ്റെ കൂട്ടൊക്കെ ഉണ്ടല്ലോ അത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ഇതിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പം അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം കായപ്പൊടി കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലേക്ക് കുറച്ച് വെള്ളം നന്നായിട്ട് കൈ ഒന്ന് വെള്ളമാക്കിയതിന് ശേഷം ഇതുപോലെ കൈവെള്ളയിലേക്ക് നമ്മൾ ഈ മാവ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നല്ല റൗണ്ടാക്കി ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഷേപ്പാക്കി എടുത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും കയ്യിൽ വെള്ളം ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് എണ്ണയിലേക്ക് വീണോളും കേട്ടോ. അപ്പോൾ അതിൻ്റെ മിഡിലായിട്ടൊരു ഹോളും കൂടി ഇട്ടതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇത് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പം എണ്ണ എടുക്കുമ്പോൾ ആദ്യം തന്നെ എണ്ണ നന്നായിട്ട് ചൂടായി കിടന്നിട്ട് വേണം ഇത് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ. എങ്കിലേ അധികം എണ്ണ ഇതിലേക്ക് അബ്സോർബ് ചെയ്യാതിരിക്കത്തുള്ളൂ കേട്ടോ. അതിനുശേഷം ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം തീ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്ത് തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തിട്ട് നല്ല ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ എടുത്തു കൊടുക്കാം. ഈ രീതിയിൽ തന്നെ നമുക്ക് ഇത് എടുത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഇത്രയും നേരം ഈ മാവ് നമ്മൾ അരച്ചിട്ട് വെക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടാണ് നമ്മുടെ വട കിട്ടുന്നത് കേട്ടോ. അതുപോലെ തന്നെ അധികം എണ്ണ പിടിക്കത്തുമില്ല. അങ്ങനെ ഞാൻ ഇത് എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി നമുക്ക് ഒന്ന് മുറിച്ച് നോക്കണ്ടേ. കണ്ടോ, കൈ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ കണ്ടോ എത്രത്തോളം സോഫ്റ്റും ക്രിസ്പിയുമാണെന്നുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.